എടുക്കരുതിട്ടാ ആ വണ്ടി ഇരിക്കും അങ്ങനെ ഇരിക്കും കിട്ടൂല ആകെ അടങ്ങറായി പോയി പറഞ്ഞായിരിക്കുന്നു. എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ നിത്യപയ സാധനങ്ങളും പിന്നെ ഫുൾ സപ്ലിമെന്റും ആണത്. ആരോഗ്യം സമ്പത്തും കിട്ടും. അതെ അപ്പൊ അതിന് ഓരോരോ പാഠങ്ങളാണ് ഇപ്പൊ ഇതൊക്കെ ശരിക്കും. ഞാൻ മാറി എനിക്ക് കമ്പനി ഒരു അച്ചീവ്മെന്റ് തന്നെ. ഒരു തായ്ലൻഡ് ട്രിപ്പ് തന്നു, ഒരു ഗോവ ട്രിപ്പ് തന്ന്, ഒരു തായ്ലൻഡ് ട്രിപ്പ്, ഒരു ഡൽഹി ട്രിപ്പ്, ഇതൊക്കെ തന്ന 5 കായലിൽ അത് പോയി തിരിച്ച് അടിച്ച് പൊളിച്ച് വരാം. വേറെ ആരെ കൂടെ നേരെ എയർപോർട്ടിൽ പോയി, എയർപോർട്ട് നെടുമ്പാശ്ശേരി പോയിട്ട് നേരെ തായ്ലൻഡിൽ പോയി ഇറങ്ങുമ്പോൾ നമ്മൾ വെസ്റ്റേജിലെ ചിഹ്നം അതുകൊണ്ട് കാട്ടിയിട്ട് ആളാ സ്വീകരിച്ചാൽ കൊണ്ടുപോവാണ്. അവിടുന്ന് കൊണ്ടുപോയി നേരെ റൂമിലാക്കി AC ബസ്സിൽ കയറുമ്പോൾ തന്നെ AC. അവിടുന്ന് പരിപാടി കഴിഞ്ഞ് രാവിലെ 10 മണി രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് ആ വണ്ടിയിൽ തന്നെ 5 ദിവസം നമ്മൾ ഇതിന് ലാസ്റ്റ് തീരുമാനം കേട്ടോ അല്ലിന്. അപ്പോൾ മക്കളെ അന്ന് കല്ലേറ്റ് വന്നാട്ടാ. കല്ല് ഇന്ന് കണ്ടില്ല നിങ്ങൾ ലേശം ധൈര്യമുള്ള ഇവർക്ക് ഇത് എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ അടിയിൽ നിന്ന് വീഡിയോ എടുക്കാൻ മറന്ന് കരിമ്പ് മാരത്തെ കല്ലാട്ടാ. കരിമ്പ് മാരത്തെ കല്ല് പൊട്ടലാണ്. എന്താ വെച്ചാൽ പൊട്ടൽ നമ്മൾ പണ്ട് ഇവിടെ നമ്മൾ സൈറ്റ് പണിയെടുത്തപ്പോഴേ ഒരു ലോഡ് കല്ല് ഇവിടെ നിർത്തിയെന്ന്. അപ്പോൾ ആ കല്ല് തിരിച്ചു കൊടുക്കാനാണ് കേട്ടോ. ഓക്കെ കല്ല് കണ്ടില്ല നിങ്ങൾ അത്രയും പെർഫെക്റ്റ് ആട്ടോ കല്ല്. മാഷാ അല്ലാ കല്ല് മസ്ബൂത്താണ്. ഇതിൽ ഒരുപാട് സെക്കൻഡാണ് ബായ്. ജാഥ സെക്കൻഡാ തോടാ ഒരുപാട് സെക്കൻഡാണ്. പക്ഷെ എന്നാലും ഉപരി നമുക്ക് തന്നുള്ള സ്നേഹത്താൽ നമ്മൾ എന്ത് ചെയ്യണം അറിയാം തിരിച്ചു കൊടുക്കട്ടെ. കല്ല് ഇവിടെ നിർത്തതാണ് കല്ല് ഇവിടെ തന്നെ കൊടുക്കട്ടെ. ഓക്കെ ഇൻഷാ അല്ലാ. അപ്പോൾ എന്ത് ചെയ്യാം ബാക്കി വിഷയം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എന്താ വെച്ചാൽ റിസ്ക് എന്ന് വെച്ചാൽ കണ്ടില്ല നിങ്ങൾ ഇത് ഫുള്ള് റിസ്ക്കുള്ള കുത്തനുള്ള ക്യാറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ താഴത്തുനിന്ന് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ അപ്പോൾ നമുക്ക് നമ്മളെ സത്യത്തിൽ എന്തിനാ എടുത്ത് അറിയാം മക്കളെ എവിടെ ഇങ്ങനെ കെട്ടിയാട്ടെ നമ്മളെ ഗുരുനാഥൻ. ഇതെന്താ പരിപാടി? ഗുരുനാഥൻ ഇതാണ് കേട്ടോ മക്കളെ. ഏതെങ്കിലും കാലത്തിലാ എന്തായാലും കൈക്കോട്ട് മുക്കാസുനെ ഏൽപ്പിച്ച് അതിന്റെ നമ്മളെ ഗുരുനാഥന്റെ കൃഷിയാണ് ആ കാണുന്നൊക്കെ വായ അതൊക്കെ ഫുള്ള് ആ സമയത്ത് വെച്ചാട്ടാ. ഇതില് മറ്റേത് എന്താ പൂളക്കേങ്ങ്? പൂളക്കേങ്ങ് എന്താ ഉണ്ടാ പൂള കപ്പയിലേ നമ്മൾ ആ പൊട്ടലെടുത്തിക്കണത് സത്യത്തിൽ ഈ അത കെട്ടാൻ വേണ്ടിയിട്ടാണ്, ഈ സൈഡ് കെട്ടാൻ വേണ്ടിയിട്ട്. അന്ന് നമ്മൾ പൊട്ടലെടുത്തേന്നിട്ടാ. ഈ ഇതുണ്ടില്ല ഈ സൈഡ് കെട്ടാൻ കുറച്ച് കുറവ് വന്നപ്പോൾ ഒരു ലോഡ് കല്ലെടുത്തേന്ന്. ലോഡ് എടുത്തിട്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ അവർക്ക് ഒരു ലോഡ് നല്ല മസ്ബൂത്ത് ഒരു ലോഡ് ഇറക്കി കൊടുത്തിട്ടോ. ഒക്കെ സെറ്റല്ലേ? അപ്പോൾ അതാണ് തീർന്നത്. അങ്ങനെ ആ ബാധ്യതയാണ് തീർന്നത്. മക്കളെ ഗുരുനാഥൻ്റെ കൂടെ ഇങ്ങനെ യാത്ര കേട്ടോ. ഒരുപാട് ചീത്ത ഇട്ടിട്ടാണ് നമ്മൾ ഈ മേഖലയൊക്കെ പഠിപ്പിച്ചേ. അപ്പോൾ ഇതാർത്ത ഭൂമി അമ്മോസെടുത്ത് ആയിക്കോട്ടെ മാഷ. അപ്പോൾ അവനാൻ്റെ തന്നെ ആയത്. ഇവിടെ കൃഷി കൃഷി ആയി തുടങ്ങിയല്ലോ. വേറെ എന്തെങ്കിലും എന്തൊക്കെയുള്ള പൂളക്കെങ്കിൽ പിന്നെ മത്തന് മത്തം വെള്ളം എടുത്തില്ല. ഇതെന്താ മഞ്ഞളാ? മഞ്ഞള് വെണ്ടൊക്കെ ഉണ്ടായിക്കണല്ലോ അല്ലേ? മാഷാല്ലാ ഉണ്ടായിരുന്നില്ലേ? അല്ല ഇപ്പൊ എന്താ തായ്ലാൻഡ് പോകാൻ കാരണം? ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പോയതാണ്. വർക്ക് ചെയ്യാണ്. ആരോഗ്യം സമ്പത്തും കൂടെ ആയിട്ട് തായ്ലാൻഡ്. പിന്നെ എവിടെ പോയി? ഡൽഹി പോയി എന്നല്ലേ? ഇൻഷാ അല്ലാ ആയിക്കോട്ടെ. പോയി യാത്രകളൊക്കെ ഉള്ളാവും നല്ല റാത്താക്കി തട്ടെ. കണ്ടില്ലേ ഇതൊക്കെ കൃഷിയാട്ടാ. അപ്പോൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. വെസ്റ്റേജ് നമ്മളെ നിത്യപയ സാധനങ്ങളും പിന്നെ ഫുൾ സപ്ലിമെന്റും ആണത്. ആരോഗ്യം സമ്പത്തും കിട്ടും. അതെ അപ്പൊ അതിന് ഓരോരോ പാഠങ്ങളാണ് ഇപ്പൊ ഇതൊക്കെ ശരിക്കും. ഞാൻ മാറി എനിക്ക് കമ്പനി ഒരു അച്ചീവ്മെന്റ് തന്നെ. ഒരു തായ്ലൻഡ് ട്രിപ്പ് തന്നു, ഒരു ഗോവ ട്രിപ്പ് തന്ന്, ഒരു തായ്ലൻഡ് ട്രിപ്പ്, ഒരു ഡൽഹി ട്രിപ്പ്, ഇതൊക്കെ തന്ന 5 കായലിൽ അത് പോയി തിരിച്ച് അടിച്ച് പൊളിച്ച് വരാം. വേറെ ആരെ കൂടെ നേരെ എയർപോർട്ടിൽ പോയി, എയർപോർട്ട് നെടുമ്പാശ്ശേരി പോയിട്ട് നേരെ തായ്ലൻഡിൽ പോയി ഇറങ്ങുമ്പോൾ നമ്മൾ വെസ്റ്റേജിലെ ചിഹ്നം അതുകൊണ്ട് കാട്ടിയിട്ട് ആളാ സ്വീകരിച്ചാൽ കൊണ്ടുപോവാണ്. അവിടുന്ന് കൊണ്ടുപോയി നേരെ റൂമിലാക്കി AC ബസ്സിൽ കയറുമ്പോൾ തന്നെ AC. അവിടുന്ന് പരിപാടി കഴിഞ്ഞ് രാവിലെ 10 മണി രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് ആ വണ്ടിയിൽ തന്നെ 5 ദിവസം നമ്മൾ ഏതെല്ലാം രാജ്യങ്ങൾ കാട്ടിത്തരാ അവിടുന്ന് ഭക്ഷണം ഒന്നും നമ്മൾ അറിയണ്ട. 5 ദിവസം കഴിഞ്ഞ് ടൂർ കഴിഞ്ഞ് ഇവിടെ വന്ന്. വേറെ ആരുണ്ടായിരുന്നു കൂടെ? വേറെ ഞങ്ങളുടെ ടീമിൽ 19 ആളല്ല. ഞങ്ങൾ മൊത്തം മെസ്സേജ് കൊണ്ടോട്ടി ടീം 40 ആളുണ്ടായിരുന്നു. മൊത്തം അവിടെ ചെന്നപ്പോൾ 600 ആളുണ്ടായിരുന്നു. 12,000 ആളെ കമ്പനി അച്ചീവ്മെന്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഇൻഷാ അല്ലാ. അപ്പോൾ ഇതാ ഗുരുനാഥൻ പണിയൊക്കെ നിർത്തി ചട്ടിങ്ങലൊക്കെ നമ്മളെ ഏൽപ്പിച്ച് നേരെ കൃഷി അതേമാതിരി വെസ്റ്റേജ് എന്താ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണേ. അപ്പോൾ എന്താ പറയുക കണ്ടില്ല നിങ്ങൾ? ഇതിപ്പോൾ ഇനി എത്ര ആവും ഇത് സമയം പറിക്കാൻ? 5-6 മാസം ആവും അല്ലേ? ഇപ്പോൾ കുത്തിയിട്ടുള്ളൂ ഇതില്ല? കുറച്ചായിട്ട് 1 മാസമായിട്ടുള്ളൂ. ആയിക്കോട്ടെ ഇൻഷാ അല്ലാ.
അപ്പോൾ അങ്ങനെയാണ് പരിപാടി. താഴത്തൊക്കെ ഉണ്ട് കേട്ടോ, അവിടെയൊക്കെ സംഭവമുണ്ട്. മക്കളെ ഭൂമിയാണ് ഇതൊക്കെ. അപ്പോൾ എന്താണ് നമ്മളെ ഭൂമി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ സ്ഥലം കിട്ടിയപ്പോഴാണ് മാറിയാണ്. മഞ്ഞൾ, ഇഞ്ചി, വെണ്ടക്ക ഫുള്ളുണ്ട് കേട്ടോ അവിടെ. എല്ലാ സാധനങ്ങളും ഉണ്ട്, സെറ്റാണ്. ഓക്കെ, ഇതാണ് നമ്മളെ പഴയ ഭൂമി. റംബുട്ടാനൊക്കെ ഇവിടെ വെച്ചിരുന്നു, പക്ഷേ അതൊക്കെ നാശിക്കണം. നമ്മൾ ഇങ്ങോട്ട് വരലില്ല, നോട്ടമില്ലാത്തതുകൊണ്ട്. പിന്നെ തെങ്ങിൻ തൈ ഇങ്ങനെ ചെറുതായിട്ടായി വരുന്നുണ്ട്. തെങ്ങിൻ തൈ ഇവിടെ ഒന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒന്നുണ്ട് തെങ്ങിൻ തൈ. ആ കോർണറിലൊന്നുണ്ട്. കിണറിൽ കുഴലിൽ നല്ല വെള്ളമാണ് കേട്ടോ, നല്ല വെള്ളം എന്ന് പറഞ്ഞാൽ പെരുംവെള്ളമാണ്, മാഷാഅല്ലാ. പിന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിരുന്നു, പക്ഷെ ഒന്നും എന്ത് ചെയ്യുക, റംബുട്ടാനൊക്കെ ഉണ്ടെങ്കിൽ ഉണങ്ങിയിരിക്കണേ. ഓക്കെ, വള്ളത്തിൻ്റെ സെറ്റപ്പ് കണ്ടില്ല, അവിടെ മേത്തന്നെ വെള്ളം ഉണ്ട് കേട്ടോ സാധനം. ഉണ്ടാ എടുക്കരുതിട്ടാ, ആ വണ്ടി ഇരിക്കും, അതിന് ഇരിക്കും, കിട്ടില്ല. ആകെ അടങ്ങറായി പോയി പറഞ്ഞായിരിക്കുന്നു. നമുക്ക് കല്ലിട്ട് കയറി, അത്രയും ലോഡിലാണ്. ടയർ ഒറ്റ പോയില്ല റമന, ഒറ്റ പോയാ ടയർ. ആ വെല്ലറക്കിക്ക, അതിൽ വെല്ലറക്കിക്ക. ഇങ്ങോട്ട് വന്നാലുള്ള പ്രശ്നം അതാണ്, ഓടും. ഓ കേസിലായി, പോ ഒന്ന് ഓഫാക്കല്ല, നിർത്തല്ല പോ കേസിലായി പൊന്നാരങ്ങ, അല്ലാതെ പറ്റൂലായി. അത് വേണോ കേസിലായതാട്ടെ വണ്ടി. ആ ടയറൊക്കെ, ടയർ ആകെ നാശമായിപ്പോയി. ഒരു ടയർ നിന്ന് കത്തി. ഞാൻ എപ്പോഴും പറഞ്ഞാൽ ബാക്ക് പോകാമെന്ന്, പക്ഷേ